വരുമല്ലോ, ആ എഗ്ഗുകള് കറക്റ്റ് ആയിട്ട് പൂർണ്ണ വളർച്ചയിൽ എത്താതിരിക്കുകയോ കംപ്ലീറ്റ് അല്ലാതെ വരുന്ന അവസ്ഥയിലാണ് ഈ PCOD ഇതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ഈ ഫോളിക്കിൾസ് ഈ ചെറിയ ചെറിയ എഗ്ഗുകൾ അവിടെ ചെറിയ സിസ്റ്റുകളായിട്ട് നമ്മുടെ ഈ ഓവറിക്ക് ചുറ്റും അതിങ്ങനെ ചെറിയ ഫോളിക്കിൾസ് ചെറിയ കുമിളകൾ പോലെ അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ പോലെ നമ്മുടെ ഓവറിക്ക് ചുറ്റും ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് കാലക്രമേണ നമ്മുടെ ഈ ഓവറിക്ക് ആ ഓവറിയുടെ വലുപ്പത്തെക്കാളും ചെറുതായിട്ട് ഇച്ചിരി വലിപ്പം വെക്കാൻ തുടങ്ങും. അപ്പം ഇതാണ് ശരിക്കും നമ്മുടെ PCOD കണ്ടീഷനിൽ നമുക്ക് സംഭവിക്കുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ PCOD അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ വക സിംറ്റംസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തുടങ്ങുന്നതും ഈ വക PCODയിലോട്ട് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PCOD ഉള്ള ഒരു പെൺകുട്ടിക്ക്, അതായത്